2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ നിന്ന് മിന്നും പ്രകടനമാണ്, സ്വപ്നതുല്യമായ പ്രകടനമാണ് UDF കാഴ്ചവെച്ചത്. ജില്ലയിലെ 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും തങ്ങളുടെ പ്രതിനിധികളെ MLA-മാരായി വിജയിപ്പിക്കുവാൻ UDFന് സാധിച്ചു. ഇനി കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിന് മാത്രമായി കോട്ടയം ജില്ലയിൽ 6 MLA-മാരാണുള്ളത്. സമീപകാലത്തെ കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രകടനം കൂടിയായിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് MLA-മാർ പാർട്ടിക്കുള്ളിലെ ഏത് ശാക്തിക ചേരിക്കൊപ്പമാണ്, ഏത് ഗ്രൂപ്പിനൊപ്പമാണ്, ഏത് നേതാവിനൊപ്പമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രേക്ഷകർക്കായി വിശദീകരിക്കുവാനായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ ഏറ്റവും തലയെടുപ്പുള്ള തലമുതിർന്ന നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 16ാം കേരള നിയമസഭയുടെ സ്പീക്കറും കോട്ടയത്തിൻ്റെ MLA-യുമായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തുടർച്ചയായ 8ാം തവണയാണ് അദ്ദേഹം നിയമസഭയിലെത്തുന്നത്. ഒരു സ്പീക്കർ എന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള സ്പീക്കറാകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട് കേവലം 2 മാസങ്ങൾക്കകം തന്നെ തിരുവഞ്ചൂരിന് സാധ്യമായി എന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു മന്ത്രി എന്ന നിലയിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിനേക്കാളേറെ മികവോടുകൂടിയും മെയ്വഴക്കത്തോടുകൂടിയുമാണ് സ്പീക്കർ എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സ്പീക്കർ എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ഒരാൾ പുലർത്തേണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് നിഷ്പക്ഷതയാണ്. ആ ഒരു മര്യാദ 100% പുലർത്തിക്കൊണ്ട് നിഷ്പക്ഷമായി തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ എന്ന നിലയിലെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു നിഷ്പക്ഷത തന്നെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളോടും തിരുവഞ്ചൂർ വെച്ചു പുലർത്തുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാം. ഏതെങ്കിലും ശാക്തിക ചേരിയോട് അടുക്കുകയോ അകലുകയോ ചെയ്യാതെ നിഷ്പക്ഷ സമീപനവുമായിട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഒരു MLA എന്ന നിലയിലും സ്പീക്കർ എന്ന നിലയിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും മുന്നോട്ട് പോകുന്നത്. നിയമസഭാ സീനിയോറിറ്റിയുടെ കാര്യമെടുത്താൽ കോട്ടയം ജില്ലയിൽ 2ാമനായി എത്തുക ജില്ലയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് MLA ആയിട്ടുള്ള ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഇത് 2ാം വട്ടമാണ് അദ്ദേഹം പുതുപ്പള്ളിയുടെ പ്രതിനിധിയായി എത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷം നേടി വിജയിച്ച ചാണ്ടി ഉമ്മൻ ഏറെക്കുറെ ആ ഭൂരിപക്ഷം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച ഭൂരിപക്ഷങ്ങളിലൊന്ന് നേടിക്കൊണ്ടാണ് 2ാം തവണയും നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ തന്നെ ഒരു നിഷ്പക്ഷ സമീപനവുമായിട്ടാണ് അദ്ദേഹം പാർട്ടിക്കുള്ളിൽ മുന്നോട്ട് പോകുന്നത്. ഇടക്കാലത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹം കൂടുതൽ അടുത്തിരുന്നുവെങ്കിലും ഒരിക്കലും ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഐഡൻറ്റിഫൈ ചെയ്യുവാൻ ചാണ്ടി ഉമ്മൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. പരമ്പരാഗത ഗ്രൂപ്പിനോടും ചാണ്ടി ഉമ്മൻ കൃത്യമായ അകൽച്ച പാലിക്കുന്നുണ്ട്. KC വേണുഗോപാൽ പക്ഷത്തോടും പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള ഒരു മമതയോ ആഭിമുഖ്യമോ ചാണ്ടി ഉമ്മൻ പ്രകടിപ്പിക്കുന്നില്ല. ഇനി ആരോടെങ്കിലും കൂടുതലായി അടുപ്പമില്ല എന്ന് പറയുമ്പോഴും ചാണ്ടിക്ക് അല്പമെങ്കിലും അകൽച്ച ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ പാളയത്തിനോടാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരിൽ ചിലർ വിലയിരുത്തുന്നുണ്ട്. മന്ത്രിസഭയിൽ തന്നെ ഉൾപ്പെടുത്താത്തതിലുള്ള നീരസമാണ് ചാണ്ടിക്ക് VD സതീശനോടുള്ളതെന്നും ഇത്തരക്കാർ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ കൃത്യമായ ഒരു അകലം എല്ലാ ഗ്രൂപ്പുകളോടും ഗ്രൂപ്പ് സമവാക്യങ്ങളോടും പാലിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ 3ാമതായി ഗ്രൂപ്പുകളുടെ ഭാഗമല്ലാതായി പാർട്ടിക്കുള്ളിൽ നിഷ്പക്ഷത പുലർത്തി മുന്നോട്ട് പോകുന്ന മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് വൈക്കം MLA ആയിട്ടുള്ള K ബിനിമോനാണ്. K ബിനിമോനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ജില്ലയിൽ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായ വൈക്കത്ത് നിന്ന് കോൺഗ്രസിന് വേണ്ടി അഭിമാനകരമായ പോരാട്ടമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അഭിമാനകരമായ വിജയമാണ് അദ്ദേഹം നേടിയെടുത്തത്. തലയാഴം പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷൻ, അതുപോലെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ മാത്രമാണ് ബിനിമോൻ ഇതിനു മുമ്പ് പാർട്ടിക്കുള്ളിൽ വഹിച്ചിരുന്നത്. ഇനി കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളിലേക്ക് വരുമ്പോൾ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി കൂടി അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും തൻ്റെ ജനകീയ ഇടപെടൽ മൂലം ഒരു ട്രെൻഡിൻ്റെ കൂടി ആനുകൂല്യത്തിലാണ് K ബിനിമോൻ ഇത്തവണ വിജയിച്ച് ഇടതു കോട്ടയിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ജില്ലാ രാഷ്ട്രീയത്തിൽ പോലും സജീവമല്ലാത്തിരുന്നതിനാൽ K ബിനിമോൻ എന്ന നേതാവ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായി ഇതുവരെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. കൃത്യമായ നിഷ്പക്ഷത പാലിച്ച് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിയോടും KC വേണുഗോപാൽ എന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോടും രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന നേതാവും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള വ്യക്തിയോടും അദ്ദേഹം കൃത്യമായ അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളോട് കൃത്യമായ അകലം പാലിക്കുന്നുണ്ട്.
ഇനി ഗ്രൂപ്പിൻ്റെ വക്താക്കളായി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കോട്ടയത്തെ MLA-മാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് 3 പേരാണ്. അതിൽ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് ഏറ്റുമാനൂരിൻ്റെ MLA ആയിട്ടുള്ള കോട്ടയം DCCയുടെ അധ്യക്ഷനായിട്ടുള്ള നാട്ടകം സുരേഷാണ്. നാട്ടകം സുരേഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഏറ്റവും അധികം സ്ഥാനമാനങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്ന് വഹിച്ചിട്ടുള്ള MLA ആയി അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. നാട്ടകം സുരേഷ് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ദീർഘകാലം KPCCയുടെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. ഇനി പാർലമെൻ്ററി രംഗത്തേക്ക് വരുമ്പോഴും MLA എന്ന നിലയിൽ കന്നിക്കാരനാണെങ്കിൽ കൂടിയും തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടകം പോലൊരു ഇടതുകോട്ടയിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നാട്ടകം പഞ്ചായത്തിൻ്റെ ഇപ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള നാട്ടകം പഞ്ചായത്തിൽ 2 വട്ടമാണ് അദ്ദേഹം പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളത്. ഈ കാലയളവിൽ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാന തലത്ത് ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് ഇടത് സർക്കാരിൻ്റെ കാലത്ത് EK നയനാറുടെ കാലത്ത് അദ്ദേഹം നേടിയെടുത്തിട്ടുമുണ്ട്. ഒരു വട്ടം അദ്ദേഹം കോട്ടയം മുനിസിപ്പാലിറ്റിയിലേക്ക് കൗൺസിലറായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. VN വാസവനെ പോലെ ഒരു ജയന്റിനെ മറിച്ചിട്ടുകൊണ്ടാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ 15 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം UDFൻ്റെ വിജയം സാധ്യമാക്കിയത്. നാട്ടകം സുരേഷ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം പറയുവാൻ നമുക്ക് സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് MLA കൂടിയായതോടുകൂടി കോട്ടയം ജില്ലയിലെ KC വേണുഗോപാൽ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി അദ്ദേഹം ഉയർന്നു വന്നു കഴിഞ്ഞു. KC വേണുഗോപാലുമായി കൃത്യമായ അടുപ്പം സൂക്ഷിക്കുന്ന VD സതീശൻ പാളയവുമായും രമേശ് ചെന്നിത്തലയുടെ പാളയവുമായും കൃത്യമായി അകലം സൂക്ഷിച്ചുകൊണ്ടാണ് നാട്ടകം സുരേഷ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ KC വേണുഗോപാൽ ഗ്രൂപ്പുകാരനായി ഇപ്പോൾ നിലകൊള്ളുന്നത്. അങ്ങനെ പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കൃത്യമായ അടുപ്പവും കൃത്യമായ അകലവും സൂക്ഷിക്കുന്നുണ്ടെങ്കിലും വ്യക്തിപരമായി ഈ നേതാക്കളോടെല്ലാം അടുത്തു നിന്നുകൊണ്ട് അവരുടെ ഒരു സഹപ്രവർത്തകനായി അനുയായിയായി ചേർന്ന് നിന്ന് മുമ്പോട്ട് പോകുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും നാട്ടകം സുരേഷ് നടത്തുന്നുണ്ട്. DCC അധ്യക്ഷൻ എന്ന നിലയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകാതെ പ്രവർത്തകരെ ഒന്നായി കണ്ടു മുന്നേറുവാനുള്ള നാട്ടകം സുരേഷിൻ്റെ കഴിവും ഈ ഘട്ടത്തിൽ ഏറെ ശ്ലാഘനീയമാണ്, നാം പ്രത്യേകമായി പരാമർശിക്കേണ്ടതാണ്. എന്നിരുന്നാലും KC വേണുഗോപാൽ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു വക്താവും നേതാവുമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലം MLAയും കോട്ടയം DCC അധ്യക്ഷനുമായ നാട്ടകം സുരേഷ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കൃത്യമായി ഒരു പക്ഷം പിടിക്കുന്ന മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് പൂഞ്ഞാർ MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ MJ ആണ്. വളരെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വന്ന സെബാസ്റ്റ്യൻ MJ ആ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ മികവിൽ കൂടിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും ഇടതുപക്ഷത്തിനും ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന മതമൗലിക ശക്തികളുടെ പിന്തുണ LDFന് ലഭിച്ച ഈരാറ്റുപേട്ട പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുവാൻ അദ്ദേഹത്തിന് ഇത്തവണ സാധിച്ചത്. MJ സെബാസ്റ്റ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ VD സതീശൻ്റെ കണ്ടെത്തലായിട്ടുള്ള ഒരു നേതാവായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കപ്പെടുന്നത്. VD സതീശനുമായി ഏറെ അടുത്ത് നിൽക്കുന്ന നേതാവ് കൂടിയാണ് MJ സെബാസ്റ്റ്യൻ. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള കോട്ടയം ജില്ലയിലെ MLA ആര് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയും MJ സെബാസ്റ്റ്യൻ തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ ഇതിനു മുൻപ് അദ്ദേഹം വഹിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്നത് മണ്ഡലം പ്രസിഡന്റിൻ്റേതായിരുന്നു. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇതിനു മുമ്പ് വഹിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്നത് തലപ്പലം എന്ന കൊച്ചു പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ മുൻ മന്ത്രിയായിരുന്ന 25 വർഷക്കാലം ഇടുക്കിയുടെ MLA ആയിരുന്ന റോഷി അഗസ്റ്റിനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി സെൻറ് തോമസ് കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോൾ KSUവിന് വേണ്ടി എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെടുത്തി സെൻറ് തോമസ് കോളേജ് യൂണിയൻ ചെയർമാനായിട്ടുള്ള നേതാവ് കൂടിയാണ് MJ സെബാസ്റ്റ്യൻ. ദീർഘവീക്ഷണമുള്ള നേതാവ്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള നേതാവ് എന്നീ നിലകളിലും MJ സെബാസ്റ്റ്യൻ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകൾ കൂടി മുഖ്യമന്ത്രിയുമായി അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന ഘടകങ്ങളാണെന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഏറ്റവും അവസാനമായി കൃത്യമായി ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയുള്ള മറ്റൊരു നേതാവ് കോട്ടയം ജില്ലയിലെ MLA എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയുടെ MLA ആയിട്ടുള്ള റോണി കെ ബേബിയാണ്. റോണി കെ ബേബിയുടേതും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമായിരുന്നു. തീരെ വിജയസാധ്യതയില്ലാത്ത ഒരു സീറ്റിലേക്ക് ഐ ഗ്രൂപ്പിൻ്റെ നോമിനിയായിട്ട് രമേശ് ചെന്നിത്തലയുടെ നോമിനിയായിട്ടാണ് റോണി കെ ബേബി കടന്നു വന്നത്. സംസ്ഥാനത്തെമ്പാടും ആഞ്ഞടിച്ച UDF തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ കൂടി വൻ അട്ടിമറി നേടി ദീർഘകാലം കാഞ്ഞിരപ്പള്ളിയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച മുൻ സർക്കാരിലെ ചീഫ് വിപ്പായിരുന്ന N ജയരാജനെ പരാജയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ MLA പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ കാലത്തും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായിരുന്ന നേതാവാണ്. കോട്ടയം ജില്ലയിലെ ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. കോട്ടയം ജില്ലയിൽ ഐ ഗ്രൂപ്പിൻ്റെ കോട്ടയിൽ DCC ജനറൽ സെക്രട്ടറി പദം നേടിയെടുത്തുള്ള നേതാവാണ് റോണി കെ ബേബി.
തൻ്റെ ഈ രാഷ്ട്രീയ കൂറ് ഇപ്പോഴും MLA ആയതിനു ശേഷവും അദ്ദേഹം കൃത്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ടാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ റോണി കെ ബേബി എന്ന കാഞ്ഞിരപ്പള്ളി MLA മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ കോട്ടയം ജില്ലയിലെ 6 കോൺഗ്രസ് MLA-മാരിൽ 3 പേർ, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, കെ ബിനിമോൻ എന്നീ 3 പേർ നിഷ്പക്ഷരായി പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ മറ്റു 3 പേർക്ക് നാട്ടകം സുരേഷിനും MJ സെബാസ്റ്റ്യനും റോണി കെ ബേബിക്കും കൃത്യമായ ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പ് താൽപ്പര്യങ്ങളുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ ഈ ഗ്രൂപ്പുകളുടെ വക്താവായി തന്നെയാണ് ഇവർ നിലകൊള്ളുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.